ദശകം 16 നരനാരായണാവതാരവും ദക്ഷയാഗവും. വൃത്തം വസന്തതിലകം. ദക്ഷോ വിരിഞ്ചതനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സദീം ഗിരിശേ ത്വതംസേ. അനന്തരം ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭുവമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ പത്നിയായി ലഭിച്ചിട്ട് അവളിൽ 16 പുത്രിമാരെ ലഭിക്കുകയും ചെയ്തു. ആ പുത്രിമാരിൽ 13 പേരെ ധർമ്മപ്രജാപതിക്കും സ്വധ എന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിദേവനും സതിയെ അങ്ങയുടെ തന്നെ അംശമായ പരമശിവനും നൽകി. മൂർത്തിർഹ്യ ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാകൃതദൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുസ്സുരൗഘാഃ. ധർമ്മഭഗ്നിയായ മൂർത്തി ശ്ലാഘനീയമായ മഹാത്മ്യത്തോടു കൂടിയവനും നരൻ്റെ സഹവർത്തിയുമായ നാരായണൻ എന്ന നാമമുള്ള അങ്ങയെ പ്രസവിച്ചു. യാതൊരാളുടെ ജനന സമയത്ത് സന്തുഷ്ടരായ ദേവസംഘങ്ങൾ ദുന്ദുഭിഘോഷത്തോടുകൂടി പുഷ്പകൂട്ടങ്ങളെ വർഷിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. മഹാവിഷ്ണു നരനാരായണന്മാരെന്ന മൂർത്തികളായി അവതരിക്കുകയാണുണ്ടായത്. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിതതപസ്സമരൗ ഭവന്തവോ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. 1000 വർഷത്തെ തപസ്സുകൊണ്ടും യുദ്ധം കൊണ്ടും മാത്രം ഛേദിക്കാൻ കഴിയുന്ന 1000 കവചങ്ങളാൽ ആച്ഛാദിക്കപ്പെട്ട ശരീരമുള്ള സഹസ്രകവചൻ എന്നുപേരായ അസുരനെ നരനാരായണമൂർത്തികളായ ഭവാന്മാർ ഊഴമായി ചെയ്യപ്പെട്ട തപസ്സോടും യുദ്ധത്തോടും കൂടിയവരായിട്ട് ഒരു കവചം മാത്രം ശേഷിച്ചവനായി ലീലയെന്നോണം വധിച്ചു. ഒരു കവചം ശേഷിച്ചപ്പോൾ ആ കൽപ്പം കഴിയുകയും അസുരൻ വധിക്കപ്പെടുകയും ചെയ്തു. പിന്നത്തെ ജന്മത്തിൽ ഒരു കവചത്തോടെ കർണനായി ജനിച്ചത് ആ അസുരനായിരുന്നു അത്രേ. നരനാരായണന്മാരുടെ അംശമായി അവതരിച്ച അർജുനനും ശ്രീകൃഷ്ണനും കൂടി കർണനെ വധിക്കുകയും ചെയ്തു. അന്വാചരന്നുപദിശന്നഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീഃ ശക്രോധത്തെ ശമ തപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. സഹോദരനായ നരനോടുകൂടിയ നാരായണ ഋഷിയായ അങ്ങ് മോക്ഷമാർഗത്തെ ലോകോപകാരത്തിനായി സ്വയം അനുഷ്ഠിക്കുന്നവനും ഉപദേശിക്കുന്നവനുമായി ബദരികാശ്രമത്തിൽ താമസിച്ചു വന്നു. അനന്തരം അങ്ങയുടെ ശമം, തപോബലം എന്നിവയെ സഹിക്കാൻ കഴിയാത്ത മനസ്സോടുകൂടിയ ഇന്ദ്രൻ സ്വർഗവനിതമാരോടുകൂടിയ കാമദേവനെ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചു. കാമോ വസന്തമലയാനിലബന്ധുശാലീ കാന്താകടാക്ഷവിശിഗേർവികസദ്വിലാസൈഃ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗദേ മൃദുഹാസഭാജാ. തൻ്റെ ബന്ധുക്കളായ വസന്തൻ, മലയമാരുതൻ എന്നിവരോടുകൂടിയവനും വർദ്ധിച്ചു വരുന്ന കാന്തിയോടുകൂടിയ സുന്ദരിമാരുടെ കടാക്ഷമാകുന്ന അമ്പുകൾ കൊണ്ട് വീണ്ടും വീണ്ടും അങ്ങയെ പ്രഹരിക്കുന്നവനായിട്ട് കാമദേവൻ അങ്ങയെ ചാഞ്ചല്യമില്ലാത്തവനായി കണ്ടിട്ട് ഭയപ്പെട്ടവനായിരിക്കെ പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന അങ്ങയാൽ പറയപ്പെട്ടു. വസന്തഋതു കാമദേവൻ്റെ കൂട്ടുകാരനാണ്. മലയമാരുതനും കാമോദീപകമായിട്ടാണ് കാണുന്നത്. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനനം ത്വിഹജുഷദ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതസ്തു വദാമധൈഷാം പ്രാദർശയസ്വപരിചാരകാദരാക്ഷീഃ. അല്ലയോ കാമദേവ വസന്ത ദേവാംഗനമാരെ, ഭയപ്പെടേണ്ട. ഇവിടെ എൻ്റെ സൽക്കാരത്തെ ആസ്വദിച്ചാലും എന്നിങ്ങനെ അരുളി ചെയ്യുന്ന അങ്ങ് ആശ്ചര്യത്തോടുകൂടി ചുറ്റും നിന്നുകൊണ്ട് സ്തുതിക്കുന്നവർക്കായി അതിൽ പിന്നെ തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു.
സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്വാസികാ പരിമളേ കില മോഹമാപുഃ ദത്താം ത്വയാ ജജഗൃഹുസ്ത്രപയൈവ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. അങ്ങയെ മോഹിപ്പിക്കുന്നതിനായി ഒത്തുചേർന്ന ആ കാമദേവാദികൾ അങ്ങയുടെ ദാസിമാരുടെ സുഗന്ധം നിമിത്തം മോഹിപ്പിക്കപ്പെട്ടുവത്രേ. പിന്നീട് അങ്ങയാൽ നൽകപ്പെട്ടവളും എല്ലാ ദേവസ്ത്രീകളുടെയും ഗർവം തീർക്കാൻ പോന്നവളുമായ ഉർവശി എന്ന അപ്സരസിനെ ലജ്ജയോടുകൂടി തന്നെ സ്വീകരിക്കുകയും ചെയ്തു. നാരായണ ഋഷി തൻ്റെ തുടയിൽ നിന്ന് സൃഷ്ടിച്ച അപ്സരസായിരുന്നു ഉർവശി. ഊരുവിൽ നിന്ന് ജനിച്ചതിനാലാണ് ഉർവശി എന്നു പേർ ലഭിച്ചത്. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് തത്വാധികോ വരദ കൃഷ്ണതനുസ്തമേവ. ഇന്ദ്രൻ ഉർവശിയെ കാണുകയും അങ്ങയുടെ കഥ കേൾക്കുകയും ചെയ്തിട്ട് അങ്ങയുടെ മഹിമയെപ്പറ്റി ചിന്തിച്ച് പരിഭ്രമിച്ചവനായി തീർന്നു. അല്ലയോ വരപ്രദാതാവായ ഭഗവൻ, ഇപ്രകാരമുള്ള നാരായണൻ എന്ന മൂർത്തിയായ അങ്ങയേക്കാൾ ഉത്കൃഷ്ടനും പ്രശാന്തനും മനോഹരനുമായ അവതാരമൂർത്തി ശ്രീകൃഷ്ണനായി അവതരിച്ച അങ്ങു മാത്രമാണ്. ദക്ഷസ്തുതാ ദുരതിലാളനയാ രജോന്തോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ദക്ഷനാകട്ടെ പിതാവായ ബ്രഹ്മാവിൻ്റെ വർദ്ധിച്ച ലാളന നിമിത്തം രജോ ഗുണം വർദ്ധിച്ച് വിവേകരഹിതനായിത്തീർന്ന് അങ്ങയിൽ വലിയ താല്പര്യമില്ലാത്തവനായി ശാന്തി ഗുണമില്ലാത്തവനായി തീർന്നു. കഷ്ടം തന്നെ. അതു ഹേതുവായിട്ടു തന്നെ അദ്ദേഹം അങ്ങയുടെ തന്നെ മറ്റൊരു മൂർത്തിവിശേഷമായ പരമശിവനെ ദ്വേഷിച്ചു. വൈരത്തിൻ്റെ സൂചനയോടുകൂടിയ യാഗത്തിൽ തൻ്റെ പുത്രിയായ സതിയെ അപമാനിക്കുകയും ചെയ്തു. തൻ്റെ പ്രിയതമനായ പരമശിവനെയും തന്നെയും ക്ഷണിച്ചില്ലെങ്കിലും പിതാവായ ദക്ഷൻ്റെ യാഗത്തിൽ പങ്കുകൊള്ളുവാൻ സതീദേവി പോയി. യജ്ഞശാലയിൽ ചെന്നപ്പോൾ രുദ്രഭാഗം കാണാതെ ക്രുദ്ധയായ ദേവി പിതാവിനാൽ വിഗണിക്കപ്പെടുകയും കൂടി ചെയ്തപ്പോൾ യാഗാഗ്നിയിൽ തൻ്റെ ദേഹം ദഹിപ്പിച്ചു കളഞ്ഞു. ക്രുദ്ധേശമർദ്ദിതമഘസതുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവഃ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ക്രുദ്ധനായ ശിവനാൽ നശിപ്പിക്കപ്പെട്ട യാഗത്തോടുകൂടിയ ദക്ഷനാകട്ടെ ശിരസ് ഛേദിക്കപ്പെട്ടവനായി പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശിവനിൽ നിന്ന് വീണ്ടും ജീവൻ ലഭിച്ചവനായിത്തീർന്ന് പിന്നെ അങ്ങയാൽ പൂർണ്ണമാക്കപ്പെട്ട യാഗകർമ്മത്തോടുകൂടിയവനായി ശമത്തെ പ്രാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും ശാന്തിയെ അരുളുന്ന ഗുരുവായൂരപ്പ, ആ വിധമുള്ള അങ്ങ് എന്നെ രക്ഷിക്കണമേ. സതീദേവിയുടെ ദേഹത്യാഗം നാരദൻ പറഞ്ഞറിഞ്ഞ മഹാദേവൻ ജടവറിച്ചടിച്ചു വീരഭദ്രൻ എന്ന പാർശ്വനെ സൃഷ്ടിച്ച് ഭൂതഗണങ്ങളോടുകൂടി യാഗശാലയിലേക്ക് അയച്ചു. വീരഭദ്രൻ ദക്ഷന്റെ ശിരച്ഛേദം ചെയ്യുകയും യാഗം നശിപ്പിക്കുകയും ചെയ്തു. ബ്രഹ്മാവും ദേവന്മാരും കൂടി കൈലാസത്തിൽ പോയി പരമശിവനെ സന്തോഷിപ്പിക്കുകയും ശിവപ്രസാദത്താൽ ഒരു ആടിൻ്റെ ശിരസ്സു വെച്ച് ദക്ഷനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. അനന്തരം യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ യാഗം പൂർത്തീകരിക്കപ്പെട്ടു. എല്ലാവർക്കും ശാന്തി കൈവരികയും ചെയ്തു. ശ്രീഹരയേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.